അല്ല വെറുതെ പറഞ്ഞതല്ല. വഹിനന്നല വഹിനിൻ, ക്ഷീണത്തിന്മേൽ ക്ഷീണം ഒരു ഉമ്മ സഹിക്കുന്നുണ്ട് എന്ന് വെറുതെ പറഞ്ഞതല്ല, അതൊരു ഉമ്മ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം വയറ് നിറച്ച് 3 സാൻഡ്വിച്ച് നിങ്ങൾക്ക് തന്നാൽ പിന്നെ നിങ്ങൾ പറയും ഒരടി നടക്കാനാവൂലട്ടോ. 3 സാൻഡ്വിച്ചും കൂടി 2 കിലോക്ക് അധികം ഉണ്ടാവൂല. 2.5 2.25 3 കിലോ ഉള്ള ഒരു പൈതലിനെ, ചോരക്കണ്ടത് ഒരു ചോര കഷ്ണത്തെ വയറിൽ ഉമ്മ കൊണ്ടടക്കുക 9 മാസം. 4 മാസം തികയുമ്പേക്ക് ഉമ്മക്ക് ഭക്ഷണത്തോട് വെറുപ്പായി തുടങ്ങി, ഛർദിക്കൽ വന്നു. എന്നിട്ട് ഉമ്മ കഴിക്കും, മിണുങ്ങി അഥവാ വിഴുങ്ങി വെക്കും. എന്തിനാ? എന്റെ മക്കള് വയറ്റിൽ കിടക്കുന്നതിന് ഒരു ക്ഷീണം പറ്റരുത് എന്നുള്ള കാരണത്തിന്റെ പേരിൽ. ഒരു ഉമ്മ മലർന്നു കിടന്നിട്ടില്ല ഗർഭം ധരിച്ച പറ്റൂല. കാരണം മലർന്നു കിടക്കുന്ന ആ പെണ്ണിന്റെ വയറ് ആ രീതിയിലായി പോകുമ്പോൾ അത് വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് പ്രശ്ന. അതുകൊണ്ട് ചെരിഞ്ഞേ കിടക്കാവൂ, ചെരിഞ്ഞേ കിടന്നിട്ടുള്ളൂ. 6 മാസം തികയുമ്പോഴേക്കും ഉമ്മാന്റെ കാലിന്റെ നെരിയാണിക്ക് മുകളിലേക്ക് വേദന തുടങ്ങും, ഞരമ്പുകൾ കടച്ചിലെടുക്കും. രാത്രി ഞാൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോ പോലും എന്റെ പെണ്ണിങ്ങനെ നടക്കുന്നത് കാണാൻ ഞാൻ ചോദിക്കും എന്തേ ഉറക്കം വരുന്നില്ല, കാലിനൊക്കെ ഒരു കടച്ചിലെന്ന്. അവസാനം പ്രസവിക്കുന്ന വേദന അല്ലേ, വൈദ്യശാസ്ത്രം പറഞ്ഞു 22 എല്ലുകളിലധികം പൊട്ടുന്ന വേദനയാ ഒരു ഉമ്മ പ്രസവിക്കുമ്പം. ആ പ്രസവിക്കുന്ന സെക്കൻഡ് വരെ ആ ഉമ്മ പറയും പടച്ചോനെ ഒരു കുഴപ്പം എന്റെ കുട്ടിക്ക് ഉണ്ടാക്കല്ലേ. പ്രാർത്ഥിക്കുക, നെഞ്ചു പൊട്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഓന്റെ ചുണ്ടിനിടയിൽ ഒരു വിടവ് വരരുത്. വന്നോ മുച്ചിറിയായി, മുച്ചിറിയായവന് മലപ്പാലല്ല, ഒരു അക്ഷരം പറയാൻ കിട്ടൂല. അവനൊരു വിരൽ അധികമായി, നാട്ടുകാർ വെറുക്കും. അവൻ വികലാംഗനായി, ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തവനായി, ചെവിയേശം വളഞ്ഞിട്ടായി, ചെവി കുറച്ച് വടർന്നിട്ടായി. അതുകൊണ്ട് പടച്ചോനെ എന്റെ മക്കൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിങ്ങി വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ച് വേദന സഹിച്ച് പ്രസവിച്ച് ആ കുഞ്ഞന്റെ മുഖം കാണുമ്പം ആ സെക്കൻഡ് വരെ ഉമ്മ അനുഭവിച്ച ഒരു വേദനയും ആ മക്കളോട് ഉമ്മ കാണിക്കൂല. ഈ ചങ്ങായി അങ്ങ് എത്രയും നേരം ഇടങ്ങാറാക്കിയെന്നല്ല, വാരി മാറത്തേക്ക് പിടിച്ച് ഉമ്മ പറയുന്ന ഒരു അൽഹംദുലില്ലയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവന്റെ ഏറ്റവും വലിയ ശ്വാസം.